ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ വീഡിയോസ് ഒന്നല്ല ഇടാൻ പോകുന്നത്. ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമ്മുടെ പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട വിഭവമായ കുമ്പളങ്ങിയും കോഴിയിറച്ചിയുടെ കറിയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ചെറിയുള്ളിയും പിന്നെ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് ഗായ്സ്. അത് നൈസായി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു 4 തക്കാളി അരിഞ്ഞതും, 1/2 കിലോ കുമ്പളങ്ങയും 300 ഗ്രാം ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 100 ഗ്രാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തതായി നമുക്ക് അടുപ്പിലോട്ട് ഒരു പാന് വെച്ച് അതിൽ 4 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 സ്പൂൺ പെരിഞ്ജീരകവും പട്ട ചേർത്ത് കൊടുക്കാം ഗൈസ്. ഇനി അരിഞ്ഞു വെച്ച ചെറിയുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. നല്ലോണം വഴങ്ങി വന്നതിന് ശേഷം ചെറിയുള്ളി പെട്ടെന്ന് വഴങ്ങി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്കിതിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴങ്ങി വരണം. അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല അതൊരു 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ പൊടി 1 സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. മസാലയെല്ലാം നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. കഷ്ണമെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഗൈസ്.
ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരുംജീരകം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇതാ ഇവിടെ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കുരുമുളകും പെരുംജീരകം കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കറിക്ക് വെള്ളം പോരെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഗായ്സ്. കറി റെഡിയായി ഗായ്സ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഗായ്സ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗായ്സ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗായ്സ്. ബൈ.